ഇന്ന് ഞാൻ എൻ്റെ ഹസ്ബൻഡും കൂടി മോർണിംഗ് വാക്കിന് പോയി. മോർണിംഗ് വാക്ക് കഴിഞ്ഞ് തിരിച്ച് വന്നപ്പോൾ എറണാകുളം വരെ പോകാനുള്ള പരിപാടിയായിരുന്നു. ഷോപ്പിലേക്ക് കുറച്ച് മെറ്റീരിയൽസ് എടുക്കണം. അപ്പോൾ അതിന് വേണ്ടി പോകുമ്പോഴാണ് നമ്മുടെ ഇരിങ്ങാലക്കുടത്തെ പള്ളിപ്പെരുന്നാളാണെന്ന്. അപ്പോൾ അതിനോടനുബന്ധിച്ച് ഇപ്പോൾ ഭയങ്കരമായിട്ട് ഇൻസ്റ്റയിലൊക്കെ റീച്ച് ആയിക്കൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ ഇരിങ്ങാലക്കുടക്കാരെ പള്ളിപ്പെരുന്നാളിൻ്റെ ഒരു ചെറിയൊരു വിശേഷം, അതായത് JCB വെച്ച് പന്തലിട്ടു. അല്ല പിന്നെ ഇരിങ്ങാലക്കുടക്കാരെ പള്ളിപ്പെരുന്നാൾ പന്തലിട്ട് ഇതൊക്കെയാണ് കേട്ടോ, അടിപൊളിയാണ്. അങ്ങനെ ഞങ്ങൾ ചാലക്കുടി എത്തിയപ്പോൾ അങ്ങനെ വിശക്കുണ്ടായി. അപ്പോൾ ആൾ 2 മസാല ദോശ ഓർഡർ ചെയ്ത് ഞാൻ കഴിച്ചു. അങ്ങനെ അവിടെ ഇരുന്നുകൊണ്ടാണ് നമ്മൾ അതിരപ്പള്ളിയിലോട്ടുള്ള റൂട്ടിലോട്ട് മാറ്റിയത് കേട്ടോ. കാരണം എറണാകുളം വഴി പോകേണ്ട ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ പറഞ്ഞു ഇതിൻ്റെ ഓപ്പോസിറ്റ് പോകുകയാണെങ്കിൽ നമ്മൾ അതിരപ്പള്ളിക്ക് അല്ലേ പോകാമെന്ന് ഞങ്ങൾ ചുമ്മാ പറഞ്ഞു. അപ്പം അങ്ങേര് അന്ന് നമുക്ക് അതിരപ്പള്ളി പോകുന്നുണ്ട്. എന്നെയും കൊണ്ട് അതിരപ്പള്ളി പോയേ. അപ്പോൾ കഴിഞ്ഞ വെക്കേഷൻ ഞാനും എൻ്റെ മക്കളും കൂടിയിട്ട് ഈ അതിരപ്പള്ളിയും സിൽവർ സ്റ്റോമോ കാണാൻ വന്നിട്ടുണ്ടായി. ആ യാത്ര ഞാൻ തിരിച്ച് വന്നപ്പോഴാണ് നാട്ടുകാരും വീട്ടുകാരും ചോദിച്ചത്, ദൈവം ഈ ഇറങ്ങുന്ന വഴി കൂടിയാണോ കുട്ടികളും കൊണ്ട് പോയത്. അങ്ങനെ ഇന്നത്തെ യാത്രയിൽ ഞങ്ങൾ പോകും വഴിക്ക് ചെക്കിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ വെച്ചിട്ട് ഞങ്ങളെ കൈ കാട്ടി നിർത്തിയിട്ട് പോലീസ് അറിഞ്ഞു എവിടെ നിന്നാണ് എങ്ങോട്ടാണ് സ്റ്റിക്കറോ സ്റ്റാമ്പോ ഡ്രഗ്സോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു. വണ്ടിയും ഞങ്ങളെയൊക്കെ പരിശോധിച്ചു. അപ്പം ഞങ്ങൾ ക്ലിയർ ആണെന്ന് മനസ്സിലായി. ഞങ്ങളങ്ങനെ പറഞ്ഞയച്ചു. അങ്ങനെ പോകുമ്പോഴേക്കാണ് ആനേനെ കണ്ടിയിൽ നല്ല ഫ്രഷ് ആനപ്പിണ്ടം കണ്ടേ. അങ്ങനെ ഫൈനൽ ഞങ്ങൾ വാഴച്ചാലെത്തിയ വഴിക്ക് പുള്ളിക്കാരൻ മൂത്രപ്പേര് അന്വേഷിച്ച് പോയി. അങ്ങനെ ആളുടെ പരിപാടി കഴിഞ്ഞ് തിരിച്ചു വന്നിട്ട് നമ്മൾ നാച്ചുറലായിട്ടുള്ള ഈ വെള്ളച്ചാട്ടം കണ്ടു. അടിപൊളിയായിരുന്നേ. അപ്പോൾ ഈ വാഴച്ചാലൊക്കെ കണ്ട് നിൽക്കുന്ന സമയത്ത് നമ്മളവിടെ ഒരു മരം കണ്ടു. ആ മരത്തിൻ്റെ ബാക്കിൽ നിന്ന് ആരൊക്കെ ഒന്ന് വിളിച്ചു നിന്നാലും പെട്ടെന്നൊന്നും അറിയില്ല കേട്ടോ. അപ്പോൾ ഈ കാമിതാക്കൾക്കൊക്കെ പറ്റിയൊരു സ്ഥലമാണ്. അപ്പോൾ അത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി പുള്ളിക്കാരനൊന്ന് വിളിച്ചേക്കാൻ പറഞ്ഞേ. അപ്പോൾ അങ്ങേക്ക് ചിരി വന്നു കേട്ടോ. അങ്ങനെ ഞങ്ങളുടെ റൊമാൻസിലേക്കൊന്ന് കടന്നേ. പക്ഷെ നമ്മളിങ്ങനെയൊക്കെ യാത്ര പോകുമ്പോഴും അതേപോലെ ഇങ്ങനെ സ്ഥലത്തൊക്കെ ചെന്നിരിക്കുമ്പോഴല്ലോ ഒരു 10-15 വയസ്സ് കുറഞ്ഞ പോലെ തോന്നും. 10-17 കൊല്ലം മുൻപ് ഞങ്ങളുടെ കല്യാണം കഴിഞ്ഞതാണെങ്കിലും ഇങ്ങനെ വന്നിരിക്കും വലിയ റൊമാൻസ് അന്നത്തെ ഫീൽ ചെയ്യില്ല. സർവ്വസാധാരണം. കാരണം എല്ലാവരുടെ ജീവിതത്തിൽ അങ്ങനെയൊക്കെ തന്നെയായിരിക്കും. എന്നും കണ്ടും മുട്ടും ചിരിച്ചും കളിച്ചും തല്ലുകൂടിയൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് പെട്ടെന്നുള്ള റൊമാൻസ് ഒന്നും വരില്ല. എന്നാൽ ഞങ്ങളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് കുറച്ച് റൊമാൻസൊക്കെ വരുത്തി ഇങ്ങനെ കുറച്ച് നേരം എൻജോയ് ഒക്കെ ചെയ്തതിന് ശേഷം ഞങ്ങൾ തിരിച്ച് ഞങ്ങളുടെ അതിരപ്പള്ളിയിലോട്ട് പോകണം. കാരണം അതിരപ്പള്ളി കാണാൻ വന്നത് അതുവരെ അതിരപ്പള്ളിയിലേക്ക് കയറിയിട്ടില്ല കേട്ടോ. വാഴച്ചാലിക്കാണ് ഡയറക്റ്റ് വന്നത്. അങ്ങനെ അതിരപ്പള്ളിയെ പോകുമ്പോൾ നമ്മൾ ഫസ്റ്റ് ചെന്ന് നോക്കുമ്പോൾ അവിടെ കുറച്ച് ഉപ്പിലിട്ട സാധനങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ പുള്ളിക്കാരൻ കുറച്ച് ബീപ്പിളക്കാരൻ, ഞാനാണ് ഉപ്പിലിട്ടത് കഴിച്ചത്. അങ്ങേർക്ക് കുറച്ച് തണ്ണിമത്തം വാങ്ങിച്ചു കൊടുത്തുള്ളൂ കേട്ടോ. പിന്നെ നമ്മുടെ വാഴച്ചാലിന് ടിക്കറ്റ് എടുത്തത് 135 രൂപയ്ക്കാണ്. അവിടെ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞാൽ അതിരപ്പള്ളിയിൽ ടിക്കറ്റ് എടുക്കണ്ട. അപ്പോൾ 2 പേർക്ക് 135 രൂപയായിട്ടുള്ളൂ കേട്ടോ. പിന്നെ അധികം കാശ് ചിലവൊന്നുമില്ല. കുറച്ച് പെട്രോൾ അടിക്കുക, വണ്ടി എടുക്കുക, 135 രൂപ, 2 ആളിന് 135 രൂപ കൊടുക്കുക. പിന്നെ നമ്മൾ ഈ നിൽക്കുന്നത് മുകൾ ഭാഗത്താണ് കേട്ടോ അതിരപ്പള്ളിയുടെ. ഇനി താഴത്തിറങ്ങുമ്പോഴാണ് ഈ കാണുന്ന വ്യൂ ഒക്കെ കാണാം. അടിപൊളിയാണ്. പക്ഷെ അത് നമ്മൾ കണ്ടില്ല. കാരണം ഇത്രയും മലയും കുന്നൊക്കെ കയറി ഇറങ്ങി വന്നപ്പോൾ തന്നെ അങ്ങേർക്ക് പ്രാന്ത് പിടിച്ചു തുടങ്ങി, വിശന്ന് തുടങ്ങി. പിന്നെ ഇനിയും എന്നെ കൊണ്ട് വീണ്ടും പർച്ചേസിനൊക്കെ പോകണം. പക്ഷെ ഞാൻ ഈ വെള്ളത്തിൽ നിന്ന് കയറുന്നില്ല. പിന്നെ ഞാനൊരു ചോദ്യം, ചേട്ടാ താഴത്ത് കൂടി ഒന്ന് പോകണ്ടേ? മര്യാദയ്ക്ക് എൻ്റെ കൂടെ ഇപ്പോൾ പോകണോ എന്നുള്ളൊരു നോട്ടം. എന്തിനാ വെറുതെ BP കൊണ്ടുവച്ച് ഞാൻ ഓടിപ്പോയേ. അങ്ങനെ തിരിച്ചു പോകുമ്പോഴേക്ക് കുറച്ച് പേരക്കായും ഉപ്പിലിട്ടതും കൂടി വാങ്ങിച്ചിട്ടുണ്ടായേ. അങ്ങനെ അതും കഴിച്ച് എന്തിനാണോ ഇന്നത്തെ യാത്ര പുറപ്പെട്ടത് ആ ഒരു കാര്യത്തിനായിട്ട് ഞങ്ങൾ വീണ്ടും പോയി.